ലൈവിൽ വലിയ പൊട്ടിത്തെറികളും ബഹളങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശൈത്യയും അനുമോളും തമ്മിൽ ഒന്നാം തരം ഒരു സംഘടന ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, രാവിലെ തന്നെ ബിഗ് ബോസ് ഒരു കത്ത് വായിക്കാൻ കൊടുത്തിരുന്നു. ആ കത്തിലെ പരാമർശം ഓണമായതുകൊണ്ട് ഓണത്തിന് ആ വീട്ടുകാർക്ക് ഒരു സ്പെഷ്യൽ വിഭവം ഒരുക്കുവാൻ വേണ്ടി ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു. ഹോട്ട്സ്റ്റാറിൽ കൂടി അവർ വോട്ട് ചെയ്തു തിരഞ്ഞെടുത്തത് അനുമോളയാണ്. ആ ഒരു പ്രഖ്യാപനം അറിഞ്ഞതോടുകൂടി വീട്ടുകാരുടെ മുഴുവൻ കിളി പോയി. പുറത്ത് അനുമോൾക്ക് മാരകമായ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള വിവരം ഇന്നത്തോടുകൂടി എല്ലാ ആൾക്കാർക്കും ക്ലിയർ ആയിരിക്കുകയാണ്. രാവിലെ തന്നെ അതിന്റെ പല ചർച്ചകൾ അവിടെ നടന്നു. ആ ചർച്ചകളോടുള്ള ബന്ധത്തിൽ ശൈത്യയും ആദിലയും നൂറയും കൂടി ഒരു ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. അവിടെ അനുമോളുമായി സംസാരിച്ചവരുടെ പ്രശ്നം ക്ലിയർ ചെയ്യുക, പിണക്കം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പോയി സംസാരിച്ച് അവളോട് ക്ലിയർ ചെയ്യാം. അത് കേൾക്കുമ്പോൾ ആദില പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഞങ്ങളും കൂടി വരാം, നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകില്ല, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. എന്തായാലും അല്പനിമിഷം മുമ്പ് ഒരുമിച്ച് സംസാരിക്കാൻ പോയതാണ്. ഇതേ സമയത്ത് തന്നെ ഷാനവാസും മസ്താനിയും തമ്മിൽ ഇപ്പുറത്തൊരു വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് അവരവിടെ സംസാരിച്ചത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മുഴുവൻ ബിഗ് ബോസ് പുറത്തു വിട്ടില്ല. പക്ഷേ ആ ഒരു പ്രശ്നത്തിലേക്ക് ക്യാമറ വരുമ്പോൾ നമ്മൾ കാണുന്നത് അടിച്ച് പല്ല് ഞാൻ കൊഴിക്കും എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി ശൈത്യ ബഹളം ഉണ്ടാക്കി പോകുന്ന കാഴ്ചയാണ്. പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയതാണ്, പക്ഷേ അത് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പോയ വിഷയത്തിൽ അധികം ഇൻട്രസ്റ്റ് കാണിച്ച് കാണത്തില്ല അനുമോള്. മാത്രവുമല്ല, അനുമോളോട് ശൈത്യയെക്കുറിച്ച് എന്തൊക്കെയോ അനാവശ്യം ആരോ വന്നു പറഞ്ഞിട്ടുണ്ട്. അതാരാണെന്ന് പറയണം, എന്താണ് സംസാരിച്ചത് എന്നും പറയണം. ഇതൊക്കെ പിന്നീട് അവിടെയുള്ള സംസാരത്തിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അനുമോള് അതിനൊന്നും തയ്യാറായില്ല. അതാണ് ശരിക്കും ശൈത്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടി പറയുന്നത് അടിച്ച് പല്ല് ഞാൻ കൊഴിക്കും എന്നൊക്കെ. അടിച്ച് പല്ല് കൊഴിക്കും എന്നൊക്കെ പറഞ്ഞ് ശൈത്യ ഇറങ്ങി പോകുന്ന സമയത്ത് ആദില അനുമോളോട് പറയുന്നുണ്ട്, ഇതിന്റെ പിൻപിൽ കളിച്ചത് ആരാണെന്ന് നിനക്കറിയാലോ, നിനക്ക് പറയരുതോ? അപ്പോൾ അനുമോൾ ചോദിക്കുന്നത്, ആര്? മസ്താനിയല്ലേ ഇതിന്റെ പിൻപിൽ കളിച്ചത്? അപ്പൊ മസ്താനി വന്നിട്ട് താൻ പുറത്തിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ അത് അനുമോളോട് വന്ന് പറഞ്ഞു. അത് ഇല്ലാക്കഥയാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അത് കേട്ടിട്ടാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ആദില പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ അനുമോള് പൊട്ടിയാണ്. അനുമോൾക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇല്ലെങ്കിൽ കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കരുതോ? ഏറ്റവും കുറഞ്ഞത് ശൈത്യയോട് പറയണ്ട, വിട്ടുകളഞ്ഞേക്ക്, സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയതാണെങ്കിൽ അത് വിട്ടേക്ക്. എന്നാൽ ആദിലയോടും നൂറയോടും കാര്യങ്ങൾ പറയരുതോ? ഇന്നലെ കൂടി അനുമോൾ ജയിലിൽ കിടക്കുമ്പോൾ ജിസയിലും ബിന്നിയും കൂടി പറയുകയാണ്, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ശൈത്യ ഞങ്ങളോട് പറഞ്ഞു നിനക്ക് ആര്യനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നുവെന്ന്. ഇതെങ്കിലും പറയരുതോ? ശൈത്യ അപ്പുറത്തി എന്ന് പറഞ്ഞത് കേട്ടിട്ടല്ലേ അവരിവിടെ വന്നിങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. ആ കാര്യമെങ്കിലും അനുമോൾക്ക് ചോദിക്കരുതോ? അനുമോൾ അതുപോലും ചോദിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അനുമോൾക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല, പക്ഷെ സംസാരിക്കരുതാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ഇതാണ് അനുമോളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ മുഖത്ത് നോക്കി കാര്യം പറയണം, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതറിയാൻ സ്വാഭാവികമായിട്ടും ശൈത്യയ്ക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, ആദിലയ്ക്കും നൂറയ്ക്കും ആ വീട്ടിലുള്ള പല ആൾക്കാർക്കും താല്പര്യമുണ്ട്. അപ്പോൾ ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞാൽ അതോടുകൂടി വായടയില്ലേ ശൈത്യയുടെ? അതിന് പോലും അനുമോള് തയ്യാറാകുന്നില്ല. ഞാൻ പറയുന്നില്ല, വേണ്ട, വിട്ടേരി എന്നുള്ള രീതിയിൽ ഇതിനെ ഇഗ്നോർ ചെയ്തങ്ങ് വിടുകയാണ്. അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു പൊട്ടിത്തെറിക്കുള്ള സ്കോപ്പ് വീണ്ടും അവിടെ കിടക്കുകയാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താവുമെന്ന്.